ഇടക്കിടക്ക് മൂത്രമൊഴിക്കും, അത് കഴുകി വൃത്തിയാക്കണം. അതിന് മറ്റേ സാധനം കയറ്റി കൊടുക്കല. ഏതാ? പാമ്പേഴ്സ് എന്നും പറയും, പമ്പേഴ്സ് എന്നും പറയില്ലേ. പാമ്പേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്. അതിൽ നല്ല പമ്പേഴ്സ് എന്ന് പറയില്ലാന്ന് അല്ലെ. പാമ്പേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബേജാറാ. ആ സാധനം അങ്ങ് കൊടുത്ത് കുട്ടിന്റെ കയ്യിൽ ഒരു മൊബൈലും അങ്ങ് കൊടുത്താൽ പിന്നെ വൈകുന്നേരം വരെ ഉമ്മാക്ക് യാതൊരു പ്രശ്നവുമില്ല. കൊടുക്കുമ്പം പമ്പേഴ്സിന് തീരെ കനുണ്ടാവില്ല. അയക്കുമ്പോ 5 കിലോ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അത് അയച്ചു വെക്കുമ്പോ 5 കിലോ ഉണ്ടാവും. കാരണം എന്താ? കുട്ടിന്റെ മൂത്രവും കാഷ്ടവും സകലമായ സാധനം അതിലുണ്ടാവുക. സുബ്ഹാനല്ലാഹ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഈ സാധനം വളരെ അർജന്റാകുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. വീട്ടിലൊന്നും ഈ സാധനം കൊട്ടക്കണക്കിന് വാങ്ങിക്കൊണ്ടുപോക്കരുത്. ഇപ്പം വലിയ വലിയ മാളുകളിലൊക്കെ വലിയ ഓഫറാണ് ഈ സാധനത്തിന്. വലിയ ഓഫറാണ്. ഓഫർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഓടലാണ്. എന്നിട്ട് 10-100 ഒരുമിച്ച് അങ്ങോട്ട് വാങ്ങിയിട്ട് കുട്ടികൾക്ക് അതിങ്ങനെ ഇട്ടുകൊടുക്കലാണ്. സുബ്ഹാനല്ലാഹ്. വലിയ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ വരാനുള്ള കാരണമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. പുതിയ പഠനങ്ങളിലൊക്കെ അങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയുകയാണ്. വലിയ വലിയ ലൈംഗിക രോഗങ്ങൾ ചെറിയ മക്കൾക്ക് ഉണ്ടാവാനുള്ള വലിയ കാരണമാണ് ഈ സാധനമൊക്കെ. ഉമ്മമാര് ഇപ്പൊ എളുപ്പം നോക്കും. അങ്ങനെ വളർത്തുന്ന കുട്ടികളാണ് കുറച്ച് കഴിഞ്ഞാൽ ഉമ്മനെ വൃദ്ധസദനത്ത് കൊണ്ടാക്കും. സ്വന്തം ജീവിച്ചോളി എന്ന് പറയും. ചെറുപ്പത്തിൽ അങ്ങനെയാണല്ലേ ചെയ്തത്. അതുകൊണ്ട് വലുതായാൽ അത് ആ കുട്ടികളെ നിന്ന് തിരിച്ചു കിട്ടും. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ആലോചിക്കണം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ.